ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ട്രിപ്പ് പോവാണ് ഗൈസ്. നമ്മൾ കന്യാകുമാരിക്ക് പോവുകയാണേ. കന്യാകുമാരിയിൽ അവിടെ കൂടംകുളത്ത് പോവുകയാണ്. ഒരു വർക്കിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ 3 പേരുടെ അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ച്. കൂടംകുളത്താണ് ഗൈസ് നമ്മുടെ ചേക്കേൻ്റി ചരത്തുമാമനും ഉള്ളത്, കുഞ്ഞുൻ്റെ. ഞാനും കുഞ്ഞും പോകുന്നത് മെയിനായിട്ടും ചേക്കേൻ്റി ചരത്തുമാമനെയും കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സമയമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരണം. സമയമില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സമയമില്ല, അത് നമുക്കും അറിയാം. പിന്നെ അവിടെ പോകുമ്പോൾ അവരെ കാണാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ അതുവഴി വേറൊരു സ്ഥലത്തു കൂടി പോകണം. അത് ഞാൻ പോകുന്ന വഴി പറയാവേ. കുഞ്ഞു ഭയങ്കര ഷോയൊക്കെ കാണിച്ചിട്ടിരിക്കുക. ഞാനൊന്ന് തിരിഞ്ഞിങ്ങോട്ട് നോക്കുമോ, ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പം കുഞ്ഞു ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് തിരിഞ്ഞിരിക്കുക, ഭയങ്കര ചാട. ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോകളാണ് കേട്ടോ. നമ്മുടെ പ്രകൃതി രമണീയെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച്. കൂടുതലും ഇവിടെ ഉള്ള ആളുകളില്ലേ, അവർക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്ന വലിയ ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ അവരെപ്പോഴും ചോദിക്കും കേരളം എങ്ങനെയാന്ന്. അന്നേരം ഞാൻ വിചാരിച്ചു കേരളം കാണിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ എടുത്ത വീഡിയോസാണേ. നമ്മൾ കുഞ്ഞിന് ഹെൽമെറ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. വരുന്ന വഴിയിൽ കൊല്ലം കഴിഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. സ്ഥലമൊന്നും പറയാൻ എനിക്കറിയത്തില്ല കേട്ടോ കറക്റ്റ്. അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഹെൽമെറ്റ് ഉണ്ടോ എന്ന് നോക്കി വരുമായിരുന്നു. അല്ലാത്ത സമയങ്ങളിൽ ഫുള്ള് റോഡിലെല്ലാം ഹെൽമെറ്റ് കണ്ടേനെ. ചിലപ്പോൾ രാവിലെയും കൂടെ ആയതുകൊണ്ടായിരിക്കും, അറിയത്തില്ല. ഞങ്ങൾ ഒത്തിരി രാവിലെ ഇറങ്ങിയത്. ഞങ്ങൾ 8 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി. 8 മണി 8:15 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊന്നും വീഡിയോ എടുക്കാഞ്ഞത്. വഴിയിലെത്തിയപ്പോൾ വിചാരിച്ചു എന്തായാലും എടുത്തേക്കാന്ന്. അപ്പോഴത്തേക്ക് കുഞ്ഞുവിന് ഭയങ്കര ജാട. പിന്നെ ഞാനങ്ങ് തുടങ്ങി. നമ്മൾ മറ്റേ പണ്ട് എല്ലാവരും പൊട്ടിക്കുന്ന സാധനമല്ലേ ഈ ഞൊട്ട, ഞങ്ങളൊക്കെ ഇതിന് ഞൊട്ടയെന്നാണേ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ഈ സാധനം ഇത് കുഞ്ഞുവിനും ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒരു മറ്റേ പാർട്സ് ഇല്ലേ വണ്ടിയുടെ, ആ പാർട്സ് പൊതിഞ്ഞ് വെച്ചിരുന്നതാണ്. കുഞ്ഞു അവരോട് ചോദിച്ചു പ്ലീസ് തരുമോ എന്ന്. കുഞ്ഞുവിൻ്റെ ദയനീയത കണ്ടിട്ട് അവിടെ ഒരു പയ്യനെടുത്ത് കൊടുത്ത്. കുഞ്ഞു അത് ടൈം പാസിന് ആ ഹെൽമെറ്റ് വെച്ചു കൊടുത്തപ്പം ചേരുമോ എന്നറിയാൻ വേണ്ടി വെച്ചു കൊടുത്തതാണ്. പിന്നെ അത് കുഞ്ഞു ഊരിയിട്ടില്ല. അത് വെച്ചുകൊണ്ടാണ് കുഞ്ഞു ആ ഞൊട്ട പൊട്ടിക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ബ്രേക്കിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പം വിചാരിച്ച് എന്തായാലും പോവല്ലേ, അപ്പോൾ അതും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് പോവാമെന്ന്. ഇനി പോകുന്ന വഴിയിൽ പണി മേടിക്കണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം തിരുവനന്തപുരത്ത് ലുലു മാളില്ലേ, അതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി തെക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കുടിക്കണം, എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയായിരുന്നു കേട്ടോ. 11 മണി 11:30 ആയി. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ലൈം ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയതാണ്. നോക്കി മെനു കാർഡ് നോക്കി വന്നപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങ് ഓർഡർ ചെയ്തു. കുറേ സാധനങ്ങളൊന്നും ഇല്ലേ, നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് എന്തോ ഒരു ഫ്രൈ, പിന്നെ ഒരു ബർഗർ, കുഞ്ഞിനൊരു ഷാർജ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറേ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി കഴിക്കും പുറത്തുനിന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ഒന്നും കഴിക്കാണ്ട് വേറൊരു കടകളും നോക്കാണ്ട് ഇങ്ങനെ വരുമായിരുന്നു. കുഞ്ഞു ഒരു ഇഡലി കഴിച്ചിട്ടാണ് വന്നത് രാവിലെ. അതുകൊണ്ട് പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ലായിരുന്നു. അപ്പം ഇടയ്ക്കൊരു ക്ഷീണം വന്നപ്പോഴാണ് നമ്മൾ ലൈം ജ്യൂസ് കുടിക്കാൻ കയറിയത്. പക്ഷേ ആ ലൈം ജ്യൂസ് ചോദിച്ചപ്പം അവർ ലൈം ജ്യൂസ് മാത്രം തന്നാൽ മതിയായിരുന്നു, ആ മെനു കാർഡ് കൂടെ തരണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചു ഉച്ചയാവുമ്പോഴത്തേക്ക് അത്യാവശ്യം വിശപ്പൊക്കെ ആവുമെന്ന്. പക്ഷെ വിശന്നില്ല ഗൈസ്. അതിൻ്റെ കൂടെ ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടാൽ നമുക്ക് എങ്ങനെയാണ് വിശക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുമ്പം ഒരു ഭംഗിയില്ല, സത്യസന്ധമായിട്ട് പറയാം. നേരിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു ഓപ്പൺ പ്ലേസ്, അവിടെ ഇങ്ങനെയുള്ള ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരും നമുക്ക്. ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇങ്ങനൊരു ഫ്രീ ആയിട്ട് ഒരു ഫ്രീ മൈൻഡിൽ പോകുന്നത്. അതുകൊണ്ടും കൂടെ ആയിരിക്കും, ഭയങ്കര സന്തോഷമായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു.
തമിഴ്നാട് കയറി. ഇനി തമിഴ്നാട് വിശേഷം. ഫുള്ളാக തമിഴിൽ தான் பேசுவோம். അവിടെ ഈ പാറശാല, കളിക്കവിള എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളില്ലേ, നമ്മുടെ കഷായം ഗ്രീഷ്മയുടെ സ്ഥലം. ആ സ്ഥലത്തൊക്കെ ചെന്നപ്പോൾ അതുവഴിയാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബോർഡുകളിലൊക്കെ ഇല്ലേ, മറ്റേ ഹോട്ടലുകളിൽ ചെറിയ ചെറിയ കടകൾ, ചെറുതല്ല അത്യാവശ്യം വലിയ കടകൾ, അവിടെ എല്ലാം മലയാളത്തിൽ എഴുതി വെച്ചേക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പം തമിഴിൽ കുഴിമന്തി കട, ഹോട്ടലിൽ കുഴിമന്തി എന്ന് വലിയ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു. അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ മലയാളത്തിൽ കുഴിമന്തി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ അവിടെ ഫുള്ള് പ്രകൃതി രമണിയാണ് ഗൈസ്. പച്ച വിരിച്ച വാഴത്തോപ്പുകളും പിന്നെ പല പല ഷേപ്പിലുള്ള മലകളും. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ഞാൻ ഈ വീഡിയോയിൽ ഫുള്ള് എത്ര വട്ടം ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നെനിക്കറിയത്തില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകൾ കാണുമ്പോൾ. ഒരു പ്രത്യേകതരം സന്തോഷമാണ്. ഞാനെന്ന് പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ കാണുന്നവരിൽ എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്നെനിക്കറിയത്തില്ല. പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളെങ്കിലും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് അത് മതി, സന്തോഷം. ഞാൻ കാരണം ഒരാളും കൂടി ഇത് കാണുന്നല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചോളാം കേട്ടോ. എനിക്കിതൊക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഒരു വീഡിയോയിലാണെങ്കിൽ പോലും എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനെന്ന് പറയുന്ന ഒരാളില്ലേ, ഞാനൊരു മെമ്മറീസിൽ ജീവിക്കുന്ന ആളാണ്. അതായത് എല്ലാവരും പറയും പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നൊക്കെ, പക്ഷെ ഞാനങ്ങനല്ല. എനിക്ക് കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളും ഓർത്ത് സന്തോഷമാണെങ്കിൽ സന്തോഷം, വിഷമമാണെങ്കിൽ വിഷമം, അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ എനിക്കതൊരു പ്രത്യേകതരം ഫീലാണ്. നമ്മൾ വന്ന വഴികൾ മറക്കരുത് എന്ന് പറയത്തില്ലേ, ചിലപ്പോൾ അതായിരിക്കും. ഓരോ ചെറിയ കാര്യങ്ങളും ആരെങ്കിലും എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഓർത്ത് വെക്കാറുണ്ട്. ആരെങ്കിലും എന്നെ ഒരുപാടല്ല ചെറുതായിട്ടെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മറക്കത്തില്ല. മരിച്ചാലും ഞാൻ മറക്കത്തില്ല. അപ്പോൾ അതുപോലുള്ളൊരു മെമ്മറിയാണ് ഈ മല, ഇങ്ങനെയുള്ള ഈ തമിഴ്നാട് കാഴ്ചകൾ. കാരണം ഞാൻ എൻ്റെ കുഞ്ഞിനാളെന്ന് പറയുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകുന്നത്. അമ്മയുടെ വീട്ടിലെ എല്ലാവരും, അമ്മ, മാമൻ, മാമി, കുഞ്ഞാടെ മക്കൾ, ചിറ്റപ്പൻ, മാമൻ്റെ മക്കൾ, പിന്നെ ഞങ്ങൾ, അമ്മുമ്മ, അങ്ങനെ എല്ലാവരും കൂടെ തമിഴ്നാട്ടിൽ ഈറോഡെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു അന്ന് മാമനുണ്ടായിരുന്നത്, ഇളയ മാമൻ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പളനിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് മാമൻ്റെ അടുത്തോട്ട് പോകുന്നത്. അപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. അങ്ങനെ ട്രെയിനിൽ പോയി ആദ്യമായിട്ടാണ് അന്ന് ട്രെയിനിൽ കയറുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ് അന്ന് ട്രെയിനിൽ കയറുന്നത്. അപ്പം എല്ലാവരും ഉണ്ട്. നമ്മൾ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പം നമ്മുടെ ഒരു സന്തോഷം പറയണ്ടല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. ഭയങ്കര സന്തോഷമായിട്ട് നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ ട്രെയിനിൽ ഒരുവിധം കുറച്ച് ക്ഷീണമൊക്കെ ആകുമ്പം കിട്ടുന്ന സ്ഥലത്തൊക്കെ കയറി കിടന്ന് എല്ലാവരും ഉറങ്ങുമല്ലോ. അങ്ങനെ ഉറങ്ങിയിട്ട് ഭയങ്കര ബഹളം, ഇതുകൊണ്ട് മല 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 എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ കിടന്ന് ബഹളം വെക്കുന്നു. അപ്പോൾ ഒരു വൈകുന്നേരം ഒരു സമയമായി. അപ്പോൾ ഒരു തരം മൂടൽ മഞ്ഞ് പോലുള്ള ആ ഒരു അവസ്ഥയിൽ, അതായത് ഒരു മഞ്ഞ് മൂടിയ ആ ഒരു രീതിയിൽ പെട്ടെന്ന് താഴെ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ മല കാണുമെന്ന് വെച്ചാൽ അങ്ങ് കുറേ ദൂരം വരെ ഇതേ മല തന്നെ ആയിരുന്നു. ഇങ്ങനെ ഒരു പുക മൂടിക്കിടക്കുന്ന ആ ഒരു ഇതിൽ. അന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരു കാഴ്ച കണ്ടതിൻ്റെ ആ ഒരു ഭയങ്കര സന്തോഷം. ഇപ്പം ഈ കാഴ്ച കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്തുവാന്ന് വെച്ചാൽ അന്ന് ഞാൻ കണ്ട അതേ കാഴ്ച തന്നെ. അപ്പം അന്ന് എൻ്റെ ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു അത്രയും ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ്, ഒരുപാട് സന്തോഷിച്ചൊരു ടൈമായിരുന്നു അത്. ഞങ്ങൾ ഒരുപാട് ദിവസം ഉണ്ടായിരുന്നു ഒരുമിച്ച് അവിടെ. അപ്പം ഇതൊക്കെ കാണുമ്പം ആ മെമ്മറീസാണ് മനസ്സിൽ വരുന്നത്. എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. അപ്പം അതാണ് ഈ മലയുടെ കഥ. അങ്ങനെ ഈ നൊസ്റ്റാൾജിയൊക്കെ അടിച്ച് ഇങ്ങനെ പോകുമ്പം കരിക്ക് കട കണ്ടു. അപ്പോൾ പിന്നെ എന്തായാലും ചൂടല്ലേ, കുറച്ച് തണുത്ത കരിക്ക് കുടിക്കാം എന്ന് പറഞ്ഞ് കുടിക്കുവാണ്. വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ല, കുടിക്കാം. കരിക്കിന് പിന്നെ എപ്പോഴും ഒരേ ഫീൽ തന്നെ ആണല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ വേറൊരു സാധനം കണ്ടത്. അതിന് നൊങ്കെന്നാണ് പറഞ്ഞത് പേര്. ഞങ്ങളത് വാങ്ങിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, എവിടെയൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഓർമ്മയില്ല എവിടെയാണെന്ന്. പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കതിനോട് അത്ര ഒരു കഴിച്ചു നോക്കണം എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ആദ്യം വെറുതെ നൊങ്ക് മാത്രം ഇങ്ങനെ ഇളക്കിയിട്ടിട്ടാണ് തന്നത്. പിന്നെ അതിനകത്ത് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതൊരു മധുരമൊന്നുമില്ല. ഞാൻ ശരിക്കും ഒരു മധുരമാണ് പ്രതീക്ഷിച്ചത്, അതുകൊണ്ട് മധുരമില്ലായിരുന്നു. അപ്പോൾ അമ്മൂമ്മ അതിനകത്ത്
കുറച്ച് മറ്റേ സാധനമൊക്കെ ചേർത്ത് തന്നു. എന്തോ അതിന് പറയുന്നത്, എന്തോ ഒരു സിറപ്പ് ഒഴിച്ച് തന്നു. ഫ്ലേവർ നല്ലതായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തി ഗൈസ്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. നിങ്ങൾ വിചാരിക്കും എത്തിയിട്ട് നേരെ നെല്ലിക്ക പറക്കാൻ ഇറങ്ങി എന്ന്. അല്ല, ഞങ്ങളവിടെ വന്നപ്പോഴത്തേക്ക് വരുന്ന വഴി തന്നെ ആ നൊങ്ക് കഴിച്ചിട്ട് ഇറങ്ങിയില്ലേ, ഓൾമോസ്റ്റ് അപ്പം തന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നെ ആ ഫോണും കൊണ്ടാണ് ഇവിടെ വന്നത്. ഞങ്ങളെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് നേരെ വിഷ്ണേട്ടൻ അടുത്ത വഴിക്ക് പോയി. ഞങ്ങളും ഞാനും കുഞ്ഞും പിന്നെ ഞങ്ങളുടെ ചേകി ആൻറ്റി മാത്രമേ ഉള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ മറന്നുപോയി ഗൈസ്. അവിടെ ചെന്ന് കുറേ നാളിന് ശേഷം ചേകി ആൻറ്റിയെ കണ്ട ഓർമ്മയിൽ ഞങ്ങൾ നുണയും കൊതിയൊക്കെ പറഞ്ഞ് വന്ന വഴിക്കുള്ള വിശേഷങ്ങളും പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇരുന്ന് പോയി, മറന്നുപോയി വീഡിയോ എടുത്തുകൊണ്ടിരുന്നതാണെന്നും ബാക്കി എടുക്കണമെന്നൊക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, വീഡിയോയിലൊട്ടും പ്രത്യക്ഷപ്പെടാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞങ്ങളുടെ ചേകി ആൻറ്റി. എൻ്റെ വീഡിയോ എടുക്കല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആളെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടില്ലെന്നൊന്നും അല്ല, കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ എടുത്തിട്ടുണ്ട്. കുഞ്ഞു ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ മാറി, കുഞ്ഞു ചട്ടിപ്പുറത്തായി. കുഞ്ഞു നെല്ലിക്കാമരം കണ്ട സന്തോഷത്തിൽ കുഞ്ഞു നെല്ലിക്ക പറക്കാണ് ഗൈസ്. ഭയങ്കര സൂപ്പർ വീടായിരുന്നു, സൂപ്പർ സ്ഥലമായിരുന്നു. അവിടെ ചിക്കു ഉണ്ടായിരുന്നു, ചിക്കു ഫ്രൂട്ടില്ലേ അതുണ്ടായിരുന്നു, നെല്ലിക്ക ഉണ്ടായിരുന്നു, മാങ്ങ ഉണ്ടായിരുന്നു, കറിവേപ്പ് ഉണ്ടായിരുന്നു, അച്ചാർ വാഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അടിപൊളി സൂപ്പർ സ്ഥലമായിരുന്നു, ശരിക്കും നല്ല സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി. ഞാനാണ് ഉണ്ടാക്കി കേട്ടോ, ഞാൻ ബിരിയാണി ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. ചേകി ആൻറ്റി എന്നെ ഹെൽപ്പ് ചെയ്തു, ഞാൻ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. ഇതാണ് ശരത് മാമൻ. ഉറങ്ങാൻ ഞങ്ങൾ ചെന്നപ്പോൾ അവരുടെ സ്ഥലം ഞങ്ങൾക്ക് തന്നിട്ട് അവർ അവിടെ തറയിലൊക്കെയാണ് കിടന്നത്. പാവങ്ങൾ, കഷ്ടം. കുഞ്ഞു ശരത് മാമനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുഞ്ഞുവിൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളാണ് ചേകി ആൻറ്റിയും ശരത് മാമനും. കുഞ്ഞുവിന് എന്തോ ഒരു പ്രത്യേകതരം സന്തോഷമാണ് ഇവരുടെ കൂടെ ഇരിക്കുന്നത്. അങ്ങനെ രാവിലെ എണീറ്റ് ഞങ്ങൾ റെഡി ആയി ഗൈസ്. ഞങ്ങൾ തിരിച്ചു പോവാൻ, ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് തിരിച്ചു പോകേണ്ട ഒരു ആവശ്യം വന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. വന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ. അപ്പോൾ പിന്നെ നെല്ലിക്ക പറക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ നെല്ലിക്ക കൊണ്ടുപോയത്. പക്ഷേ അത് കഴിഞ്ഞ് എൻ്റെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്കൊന്നും പറ്റിയില്ല. അവസാനം എൻ്റെ നിഷ്കളങ്കത കണ്ടിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, ഞാനിത് ഉണക്കി വെച്ചേക്കാം, തലയിൽ തേക്കാൻ എന്തോ എണ്ണയോ എന്തോ ഷാമ്പൂ ഏതാണ്ട് ഉണ്ടാക്കുമ്പം യൂസ്ഫുള്ളാവും എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പോരുന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അതിനെക്കാട്ടി വയ്യാതായി. അപ്പം പിന്നെ അതിൻ്റെ അവസ്ഥ എന്തായോ കുഴപ്പമില്ല, നോ പ്രോബ്ലം. എടുക്കല്ലേ കുഴപ്പമുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആളെ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ ശരത് മാമൻ. നിങ്ങൾക്ക് അറിയാത്തതന്നെ ഗൈസ്, ഞാൻ പരിചയപ്പെടുത്തി തന്നെയാണ്. വേറൊരാളെ കാണിച്ചു തരാവേ. അപ്പൊ നമ്മൾ അടുത്ത ചെയ്യാനായിട്ട് പോവാവേ. അല്ല, പോയാൽ മതി, ഞാൻ എടുത്തോളാം. ഗൈസ്, ഇതാണ് ഗൈസ് സ്നേഹി ആൻറ്റി. സ്നേഹി ആൻറ്റിയാണ് ഇത്. ഹായ് ഹായ്. അതെങ്ങനെ കൈ ഫ്രീ അല്ലല്ലോ. അതെങ്ങനെ കൈ ഫ്രീ അല്ലല്ലോ. ഗൈസ് നേരെ വിളിച്ചു ഗൈസ്, എന്നെ ചായ കുടിക്കാണ്. കൈ ഫ്രീ അല്ല, ഇങ്ങനെ പിടിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ സ്നേഹി ആൻറ്റി കേട്ടോ. നമ്മളെവിടെ വന്നേ? സ്നേഹി ആൻറ്റിയുടെ നാടാണ് ഇത്, വീടല്ല കേട്ടോ. സ്നേഹി ആൻറ്റിയുടെ വീടേ ഞങ്ങളുടെ താണ്ടി ഗാഡ്സാവിൻ്റെ വീടാണ് സ്നേഹി ആൻറ്റിയുടെ വീട്. ഹായ് കാണിക്കാം, നൂത്ത് കൈ നൂത്ത് ചായ കാണിക്കാം. സ്നേഹി ആൻറ്റിയാണ് കണ്ടോ. ഇത് വിഷയം താണ്ടി ഇവിടെ ചച്ചയാണ് കാണിച്ചു കൊടുത്തത്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ അച്ചായി. അങ്ങോട്ട് ആക്ഷനും കാണിക്കാൻ നിൽക്കാൻ നമ്മുടെ ഹായ് ആൻറ്റി പോകുന്ന സമയം കഴിഞ്ഞു. ആ ഉമ്മയെ കാണിച്ചു, ഉമ്മ. ഗൈസ്, ഇതാണ് നമ്മുടെ അച്ചായിട്ടോ, എൻ്റെ സ്വന്തം അച്ചായ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള അച്ചായാണ് ഇത്, പഴയ അച്ചായത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള പഴയ അച്ചായിരുന്നു. അപ്പം നമുക്ക്
ഇതാണ് അമ്മച്ചി വീഡിയോ എടുക്കുന്ന ഇത് മൊത്തം ആളുകളിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടില്ല ആളുകളെ അതൊന്നും ചുമ്മാ കാണിക്കാൻ വേണ്ടി എടുത്തതെന്നുള്ളേ. പക്ഷേ ഇല്ലേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതേ ഉള്ളേ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മച്ചി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിലല്ലേ മഴവിൽ അയ്യോ വേണ്ടി വരും. ഹായ് ബൈ ബൈ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്തേ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. എനിക്ക് പ്രശ്നം വരുന്നു ഈ ചെക്ക് ചേച്ചി See you guys. Bye bye guys. Tada. Kunju tada. നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാമല്ലോ. നിങ്ങൾ ശരിക്കും പോവാണോ? പിടിച്ചേ അങ്ങനെ നീളത്തിൽ പിടിക്കും. ഈ വീഡിയോ കാണുമ്പം സ്വാഭാവികമായിട്ടും വരുന്നൊരു സംശയമുണ്ട്, ഷെയ്ഖ് ആൻറ്റി ചരിത്മാമനും ആരാണ്? ഷെയ്ഖ് ആൻറ്റി ചരിത്മാമന് നമ്മുടെ ഫെൻഷാണ് ഗൈസ്. ഫെൻസ് നമ്മൾ രാജസ്ഥാനിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അടുത്തടുത്തായിരുന്നു താമസിച്ചിരുന്നത്. നമ്മുടെ നെയ്ബേഴ്സായിരുന്നു. അങ്ങനെ നമ്മളങ്ങ് പിരിയാൻ പറ്റാത്ത അത്ര ബന്ധമായിപ്പോയി. അതാണ് ഷെയ്ഖ് ആൻറ്റി ശരത്മാമന്. നമ്മൾ അവിടുന്ന് ഒരു 6 മണി 6:30 ആ ഒരു ടൈമിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ ഒരു ചായ കുടിച്ചിട്ടാണ് വന്നത്. ഇന്നെങ്കിലും ടൈം ടു ടൈം എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് വെച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ ഒരു കുഞ്ഞൊരു ഹോട്ടലിൽ കയറി ദോശയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ നല്ല കാര്യമായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള ഫുഡായിരുന്നു, പക്ഷേ സൂപ്പറായിരുന്നു. രാത്രിയിൽ ഒരുപാട് താമസിച്ചാണ് ഉറങ്ങിയത്. പിന്നെ രാവിലെ വളരെ നേരത്തെ എണീക്കുകയും ചെയ്തു. അതിൻ്റെ ക്ഷീണത്തിൽ കുഞ്ഞ് ഭയങ്കര ഉറക്കമായിരുന്നു വണ്ടിയുടെ ഫ്രണ്ടിൽ. എന്ത് സുഖമല്ലേ, കുഞ്ഞു പിള്ളേരായിരുന്നാൽ ഒന്നും അറിയണ്ട. ഞാൻ ദേ ഇങ്ങനെ ഇരിക്കുക, ഉറക്കം തൂങ്ങി. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങും, നോ പ്രോബ്ലം. പക്ഷേ ഹെൽമെറ്റ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അത് ഊരി വെച്ചിട്ട് ഉറങ്ങാനുള്ള ഒരിത് തോന്നിയില്ല. പിന്നെ കുഞ്ഞു കുറേ നേരം ഉറങ്ങി കുഞ്ഞിന് പെടലി വേദന എടുത്താലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഹെൽമെറ്റ് ഇങ്ങൂരി വാങ്ങിച്ചു. എന്നിട്ട് കുഞ്ഞു പിന്നെയും കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇനി നമുക്ക് പോകുന്ന വഴിയിൽ തിരുവനന്തപുരത്ത് പോകണം കേട്ടോ. തിരുവനന്തപുരത്ത് ഇറങ്ങണം. തിരുവനന്തപുരത്ത് ഇറങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാനന്ന് പോരുമ്പം പറഞ്ഞിട്ടില്ലായിരുന്നോ, എൻ്റെ ബ്രദർ സുഖമില്ലാണ്ട് ഇരിക്കുകയാണ്, അവൻ RCCയിലെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോവാണ്. നെക്സ്റ്റ് അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതിന് പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. അതെല്ലാം പൊരിച്ചതുണ്ട്, മീൻ വറുത്തതുണ്ട്, പഴംപൊഴിയിട്ട് വെച്ച നല്ല മീൻ കറിയുണ്ട്, നമുക്ക് നിറമുള്ള ചെറുമണി ചോറുണ്ട്, നമുക്ക് നിറമുള്ള ചെറുമണി ചോറുണ്ട്, പിന്നെ മാങ്ങയുണ്ട്. ഞാൻ മടച്ചു തന്നെ. നമ്മൾ കൊല്ലം എത്തിയപ്പം ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഊണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെമ്പല്ലി എന്ന് പറഞ്ഞിട്ടൊരു മീനില്ലേ, ആ മീനാണ് ഇത്. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ഫുഡായിരുന്നു. നമ്മൾ വയറ് നിറച്ച് കഴിച്ചു. നമ്മുടെ സിനിമാ നടി മിയ ജോർജ് അവരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പം അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അവർ ഫാമിലിയായിട്ട് വന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പോയി ഡിസ്റ്റർബ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഞാനും വിശന്ന് വന്നതാണ്. അപ്പോൾ പിന്നെ അവർക്ക് അതിനെക്കാട്ടി വിശന്നായിരിക്കും അവർ വന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്തില്ല. ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പം നേരിട്ട് കണ്ടു അവരെ കേട്ടോ, അത്രയേ ഉള്ളൂ. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് കുറേ ടൈം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഫോൺ ഒരു 10 മിനിറ്റ് കുത്തിയിട്ടു. എന്നിട്ട് ഫുൾ കറക്കമായിരുന്നു. കറങ്ങിയത് എവിടെയാണെന്ന് വെച്ചാൽ, പിറ്റേ ദിവസം ഞങ്ങളുടെ ഉത്സവമാണ് അമ്പലത്തിൽ. അപ്പം അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കണം, പച്ചക്കറി മേടിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ചായമാമനും അച്ചുമാമി, നമ്മുടെ ബ്രദറും വൈഫും ആണേ.
അപ്പം നമ്മൾ വേറെ കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് രാത്രിയിലായിരുന്നു. ഒരുപാട് രാത്രിയായി വന്നപ്പം. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴും ഒരുപാട് രാത്രിയായി. ഇതിനിടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതിനും പോയി. എല്ലാം കഴിഞ്ഞ് നന്നായിട്ട് ലേറ്റായി വീട്ടിൽ പോയി കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങി. അപ്പോൾ ബൈ ബൈ.